ചത്താ പച്ച പടം ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ തോന്നി. പണ്ട് നമ്മൾ ലാലേട്ടനെ പൊക്കി പൊക്കി പറഞ്ഞിങ്ങാണ്ട് ചെന്ന് കാണുമ്പോൾ ഇതാണോ എന്നൊക്കെ ചിന്തിക്കൂലേ? അതുപോലെ നമ്മുടെ മമ്മൂക്കാനെ ഇപ്പോൾ അതുപോലെ കാണിച്ചു കൂട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ ബസൂക്കയൊക്കെ ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര സംഭവം, ഇതുവരെ കാണാത്ത മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ നമ്മുടെ പട്ടണത്തിൽ പോകുന്ന പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമയിലെ ഭൂതം സീരിയസ് ആയി വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തോന്നി. ഈ സംഭവം എന്താ, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി പിടിച്ചു. പക്ഷെ പറഞ്ഞ് പേസ്യൻ സ്വാമിയൊക്കെ ഇതുവരെ കാണാത്ത മമ്മൂട്ടി, അറിയാലോ മമ്മൂട്ടിയാണ് എന്നൊക്കെ അതൊക്കെ ഒരു സമയത്ത് അതിൽ ചില വേഷങ്ങളൊക്കെ ചില സിനിമകളൊക്കെ അത് ചേരും. പക്ഷെ ഈ ഇറങ്ങുന്ന എല്ലാ പടത്തിനും മമ്മൂക്ക ഒരു കാമിയോ റോൾ ചെയ്താൽ മമ്മൂക്ക ഒന്നും കാണാതെ ചെയ്യൂല. അങ്ങനെ അങ്ങനെ പറയരുത് കേട്ടോ. ഈ ചത്താ പച്ചയിൽ മമ്മൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ മമ്മൂട്ടി ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സംഭവമായി കാണുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ മനസ്സെന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഒരാൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ മനസ്സ് അതിനെ വലുതാക്കും. അത് വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റൊന്നും ഉണ്ടാവില്ല. ഏ അതങ്ങ് വലുതാക്കി വെക്കും. പിന്നെ നമ്മൾ ചെല്ലുമ്പം ഒരു ലിമിറ്റുള്ള നമുക്ക് ഇങ്ങനെയൊന്നും അല്ലല്ലോ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കോമാളിത്തരമായിട്ട് തോന്നും, പലതുമായിട്ട് തോന്നും. അപ്പം ഫാൻസിനോടാണ് ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ച പോലെ മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊരു ഇതുണ്ട്. അത് കേട്ടാൽ കേൾക്കാം, അല്ലെങ്കിൽ കേൾക്കണ്ട, അല്ലെങ്കിൽ അവരെടുത്തിട്ട് നോക്കും. കാരണം വലിയ സംഭവമാക്കി. കാരണം എന്ത് പടം മമ്മൂക്കൊരു പടം ചെയ്യാൻ ഇത് കൊടുത്താൽ, എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ, മമ്മൂക്കൊരു ഒരു ഇത് ചെയ്താൽ, ഒരു കാമിയൊക്കെ വന്നാലൊക്കെ അറിയാലോ മമ്മൂട്ടിയാണ് ഒന്നും അത് വേടി അദ്ദേഹം അഭിനയിക്കട്ടെ, നമുക്ക് കാണാം, ആസ്വദിക്കാം. അത് അദ്ദേഹം എന്നല്ല ലാലേട്ടനും. ചുമ്മാ വെറുതെ എന്തിനാ വെറുതെ ബുക്ക് വാങ്ങുന്നത്, വാങ്ങി കൊടുക്കുന്നത് എന്തിനാണ്? വാങ്ങുന്നതല്ല, വാങ്ങി കൊടുക്കുന്നത് എന്തിനാണ്? നമ്മളായിട്ട് അവരായിട്ട് ചെയ്തു പോകുന്നത്, നമ്മളായിട്ട് വാങ്ങി കൊടുക്കുന്നത്. ആരാധകരെന്ന് പറഞ്ഞിട്ട് തെറിയും മൂക്കും വാങ്ങി കൊടുക്കുന്നത് രണ്ട് മഹാനടന്മാർക്ക്.